കോളേജ് കാലമായിട്ട് അവിടുത്തെ കുവൈറ്റിലെ ഇതൊക്കെ കഴിഞ്ഞു, +2 വരെ അവിടെ പഠിച്ചു. അവിടെ ശരിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു. എല്ലായിടത്തും സൗകര്യങ്ങളുണ്ട്, വീൽ ചെയർ സൗകര്യങ്ങളുണ്ട്, വീൽ ചെയർ പാർക്കിംഗ്, വീൽ ചെയർ സൗകര്യങ്ങൾ എല്ലായിടത്തും നമുക്ക് കയറി ചെല്ലാം. എനിക്കൊരു വീട് പോലെയാണ് കുവൈറ്റ് എൻ്റെ ഇപ്പോഴും. മറ്റ് കൺട്രീസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ്സും കാര്യങ്ങളും അതെല്ലാം അവർ ഒന്നും കൂടെ കാര്യമായിട്ട് നോക്കുമായിരുന്നു. പക്ഷെ അവിടുന്ന് നാട്ടിലേക്കുള്ള വരവ് കേരളത്തിലേക്ക്, അപ്പം കുറച്ചും കൂടെ ഒന്ന് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയി ഞാൻ, കുറച്ചുകൂടെ വീട്ടിലേക്ക് ഒതുങ്ങേണ്ടി വന്നു, കുറച്ചുകൂടെ സ്ഥലങ്ങളിൽ പോകാൻ അങ്ങനെ ബുദ്ധിമുട്ടായി വന്നു. ചില സ്ഥലങ്ങളിലൊക്കെ റാമ്പ് ഉണ്ട്, എന്നാലും പോകാനും വരാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ പക്ഷെ കോളേജ് സെലക്ഷൻ വന്നപ്പോൾ കോളേജ് സെലക്ഷൻ അതൊരു സംഭവമാണ്. 12th കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇനി എന്നാ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ പണ്ട് തുടങ്ങി എനിക്ക് റീഡിങ്ങിനോടും ഇംഗ്ലീഷിനോടും എനിക്ക് നല്ല താല്പര്യമാണ്. എനിക്ക് ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഫോർട്ടേ അതാണെന്ന് പറയാം. അങ്ങനെ എനിക്ക് ഉറപ്പായിരുന്നു ഇംഗ്ലീഷ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ജേർണലിസം പിന്നെ TV-യിലൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജേർണലിസം. അമ്മയ്ക്ക് പേടിയായിരുന്നു. അമ്മയ്ക്ക് പേടിയാണ്. അമ്മ ഓർത്തോണ്ടിരുന്ന ജേർണലിസം ഈ TV പോയി പറയുന്നതായിരുന്നു. അപ്പൊ എന്നോട് പറയുമായിരുന്നു, ഇത് നിനക്ക് പറ്റൂലടാ എന്നിങ്ങനെ പറയുമായിരുന്നു. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് ജേർണലിസ്റ്റ് ആവണം എന്ന്. അപ്പോൾ അമ്മ പറയും പറ്റുമോ എന്ന് ഇങ്ങനെ അമ്മ പറയും. പിന്നെ ഞാൻ BBC ഒത്തിരി കാണുമായിരുന്നു. BBC-യിൽ ഒരു ട്രാവൽ ഷോ ഹോസ്റ്റ് ഉണ്ട്, പുള്ളിയും വീൽ ചെയറിലാണ്. അപ്പൊ ഞാനിത് അമ്മേനെ കാണിച്ചു, ഇതേ ഉണ്ടോ അമ്മ, പുള്ളി എന്നെ കണ്ടോ, ഇതെനിക്കും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇംഗ്ലീഷ് തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കർത്താവ് ഒത്തിരി ഭംഗിയായിട്ട്, സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല, പക്ഷെ സ്റ്റിൽ തമ്പുരാൻ ഒത്തിരി മനോഹരമായിട്ട് ഇവിടെ ഈ കോളേജിൽ രാജഗിരിയിൽ കൊണ്ടെത്തിച്ചു. ഇവിടുത്തെ ടീച്ചേഴ്സ് സ്റ്റാഫ് ഒക്കെ എങ്ങനെയാ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇവിടെ വന്നേ? പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ 11 പേരാണ്, 11 ഫാക്കൽറ്റി മെമ്പേഴ്സാണ്. എല്ലാവരും ഒരേപോലെ നല്ല ഇഷ്ടമാണ്, നല്ല സപ്പോർട്ടാണ്. ബാക്കി മാനേജ്മെന്റ് അച്ഛന്മാര് ആണ് നമ്മുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും എന്തിനു വേണേലും നമുക്ക് എന്ത് വേണേലും അച്ഛനോട് പറയാം, അച്ഛന്മാരോട് പ്രിൻസിപ്പളിനോട് പോയി പറയും. അവർ നമ്മളെ നന്നായി ഗൈഡ് ചെയ്യും. എന്നെയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആരെയും ഓക്കെ, നല്ലതാണോ, കോളേജ് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ ബാച്ച് കോർഡിനേറ്റർ ജിത്തു സാറാണ്. സാറ് ഭയങ്കര സപ്പോർട്ടാണ്. ഒത്തിരി ക്ലോസ് ഫ്രണ്ട്സ് കോളേജ് ടൈമിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവുന്നത്. കുറെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. മെയിൻലി ക്രിസ്റ്റി ഉണ്ട്, പിന്നെ അമൃത, തനീഷ, പിന്നെ ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ട്, ജോർജ്, അഫ്രേം, സോവൻ ബ്രദറാണ്. ഈ ഒരു കോളേജിന്റെ പഠന സമയത്തും ഒത്തിരി പ്രാർത്ഥനയിലേക്ക് കൊണ്ടുപോകുന്നത് കോളേജിലെ ജീസസ് യൂത്ത് ആണെന്ന് തോന്നുന്നു അല്ലേ? 22 പകുതി ആയപ്പോൾ ഞങ്ങളുടെ ജേവൈയുടെ ചാർജ് എടുക്കാൻ വേണ്ടി പുതിയ ഞങ്ങളുടെ വിനീത മാം വന്നു. വിനീത മാം വന്നപ്പം മാം വന്നതോടുകൂടി കോളേജിന്റെ ജേവൈ ആകെ ഒരു ന്യൂ ഫേസ് ആയി. അപ്പൊ ശരിക്കും കോളേജിലെ ഒരു സ്പിരിച്വൽ ബാക്ക് ബോൺ ആണെന്നും കൂടെ പറയാല്ലേ എല്ലാ കാര്യത്തിലും. ഓഫ് കോഴ്സ് ബെനീറ്റയുടെ ഫാമിലി എന്നും ആ വഴിയിലൂടെയാണ് ബെനീറ്റനെ കൊണ്ടിരിക്കുന്നത്. അതിനൊരു കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന പോലെ കോളേജിലും അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ബെനീറ്റ പിന്നെ ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഒക്കെ വന്നപ്പം ബെനീറ്റയ്ക്ക് പിന്നെയും ഒരു സ്ട്രഗിൾ ആയില്ല. കാര്യം ജേർണലിസത്തിലാണ്. ജേർണലിസത്തിലായതുകൊണ്ട് തന്നെ ഇപ്പം ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മാഗസിൻസ് അല്ലെങ്കിൽ ടെലിവിഷൻ ഇതിലാണ് ഇന്റേൺഷിപ്പ് എടുക്കാൻ പറഞ്ഞിരുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് കുഞ്ഞിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ജേവൈയിലൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകണം, ജേവൈയിൽ എന്തെങ്കിലും കൊടുക്കണം. എനിക്ക് ജേവൈക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, ഫുൾ ടൈമർഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതും എനിക്ക് ചെറുതിലേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി മിഷൻ ചെയ്യുന്നത് അത് എനിക്ക് പറ്റൂല എന്നറിയാം, പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ജേവൈയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇന്റേൺഷിപ്പ് അങ്ങനെ കെയറോസിലേക്കായോ? കെയറോസിലേക്കായിരുന്നു. ഗ്ലോബലിലേക്ക് സൈൻ അപ്പ് ചെയ്തു. December 8 ഞാൻ ഇന്റേൺഷിപ്പ് തുടങ്ങി. January പകുതിയായപ്പോൾ തീർത്തു.
നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, മാഗസിൻ്റെ കാര്യങ്ങൾ ഒത്തിരി പഠിക്കാൻ പറ്റി, അതുപോലെ ഒത്തിരി എഴുതാൻ പറ്റി. കുറേ കൂടെ എനിക്ക് ഇങ്ങനെ എഴുതാനുള്ളൊരു കഴിവുണ്ടെന്ന് അതിലൂടെ കൺഫേം ചെയ്ത് മനസ്സിലായത് അവിടെയാണ്, ഇന്റേൺഷിപ്പിലൂടെയാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് ബെനീറ്റ എഴുതുന്നുണ്ട്. ഇനിയും ഒത്തിരി ആർട്ടിക്കിൾസ് ഒക്കെ, ഒത്തിരി ആൾക്കാർക്ക് പ്രചോദനമാകുന്ന ആർട്ടിക്കിൾസ് എഴുതാൻ പറ്റട്ടെ എന്ന് ഞങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില്. അങ്ങനെ അപ്പൊ ഇതാണ് ബെനീറ്റയുടെ വെരി കളർഫുൾ ഫാമിലി അല്ലേ? ശരിക്കും പറഞ്ഞ എല്ലാവർക്കും ബെനീറ്റയ്ക്ക് ഓരോ വിശേഷണങ്ങളുണ്ടല്ലോ. ഒരുമിച്ച് നിർത്തുന്ന ആൾക്കാര്, കളറാക്കുന്ന ആൾക്കാരല്ലേ? അങ്ങനെ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ എന്താ പറയാ, കളർഫുൾ, ജസ്റ്റ് ലൈക്ക് എ റെയിൻബോ. ഇങ്ങനെ നിൽക്കാൻ കാരണക്കാരായ ഓരോ കളേഴ്സാണ് ഇതെല്ലാം. ബെനീറ്റ ഒത്തിരി വിശേഷങ്ങൾ പറഞ്ഞപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്കിളിൻ്റെ മാൻറ്റിയുടെ ഒക്കെ കാര്യം. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ എവിടെ വരെ വഴി നടത്തിയത്. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് എന്താ പറയുക, ഒരു 9 മാസക്കാലം നമ്മളിങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് ഉണ്ടാകുന്ന ഒരു കുഞ്ഞ്. അപ്പം ആ കുഞ്ഞിൽ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ടേ അറിയുന്നുള്ളൂ കുഞ്ഞിനൊരു ഫിസിക്കൽ കണ്ടീഷൻ പ്രശ്നമാണ് എന്നൊക്കെ. അപ്പം അതറിഞ്ഞപ്പോൾ ഉള്ള നിങ്ങളുടെ റിയാക്ഷൻ, നിങ്ങൾ അതിലേക്ക് അത് അക്സെപ്റ്റ് ചെയ്ത ഒരു സമയം അതെങ്ങനെയായിരുന്നു? ഡെലിവറി കഴിഞ്ഞ സമയത്താണ് നമ്മളത് അറിയുന്നത്. വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും മേബിൾ അറിയുന്നില്ല. കാരണം അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുവാണല്ലോ. കുഞ്ഞിനെ എടുത്ത് കൊണ്ടുപോയി എന്നെ ഡോക്ടേഴ്സ് വിളിച്ചിട്ട് കൊണ്ടുപോയി മോളെ ഇങ്ങനെ കാണിക്കുവാണ്. അത് 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ കാണിക്കുന്നത്, കുഞ്ഞിനെ കാണിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ അവൾ ICUവിൽ NICU എന്ന് പറയുന്ന വാർഡിലാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേറെ ആരും ഇല്ല അവിടെ, കുവൈറ്റിലായിരിക്കും, വേറെ ആരും അടുത്തില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കരയാനോ ചിരിക്കാനോ പറയാനോ ഒന്നുമില്ലാത്ത ഒരു നിർവികാരമായിട്ടുള്ള ഒരു ഒന്നിനും പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലോട്ടങ്ങ് പോയി. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ, ഒന്നുമില്ല, മുന്നോട്ടും ഇല്ല. ഇല്ല, ആരും ഇല്ല. അന്ന് ഞങ്ങൾ കുവൈറ്റിലാണ്. അപ്പം എനിക്ക് ഇവള് പോലും അടുത്തില്ല, ഇവളോട് പറയാനും പറ്റത്തില്ല ഇങ്ങനെ ഒരു കാര്യമാണെന്നുള്ളത്. അവൾ അത്രയും വേദനയൊക്കെ കടന്നു പോയ സമയത്ത് അവളോട് നിന്ന് കുഞ്ഞിന് സുഖമില്ല എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ അറിയുന്നത് കുഞ്ഞിന് ഇങ്ങനെ ഇതുണ്ടെന്നുള്ളത് തന്നെ അറിയുന്നത്. അപ്പോൾ അവൾക്ക് ഒരു നേഴ്സായതുകൊണ്ട് അവൾ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് പിന്നീട് അവൾക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി കുഞ്ഞിനെ കാണിക്കാത്തത് കൊണ്ട് അവൾക്ക് തോന്നി. പക്ഷേ അറിഞ്ഞപ്പോൾ വലിയ ഷോക്കായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒരു 1-2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരോട് അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് അല്ല, പക്ഷെ അവരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, വരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നു. അതൊക്കെ അനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒഫീഷ്യൽ ഫോർമാലിറ്റികളും കാര്യങ്ങളും ഒക്കെ അങ്ങനെയുള്ള രീതിയിൽ നടക്കുമായിരുന്നു. പിന്നെ ആ ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് മോളെ വേറെ അടുത്ത ഹോസ്പിറ്റലിലേക്ക്, ന്യൂറോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ അവിടെ ബെഡ് ഫ്രീ അല്ല. അപ്പോൾ അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇവിടെ തന്നെ ICUവിലായിരുന്നു. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളായിരിക്കുന്ന സമയത്താണ് ശരിക്കും ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ശക്തമായ ഒരു ദൈവാനുഭവം വരുന്നത് ആ സമയത്താണ്.
ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന ഒരു സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വന്നിട്ട് ഞാനും മേബിളും ഉണ്ട്, ബെൻറ്റോളും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നിടത്ത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഈ വചനം വായിക്കണമെന്ന് പറഞ്ഞു. വചനം വായിക്കണം, നിങ്ങളുടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്, ബൈബിളുണ്ട്. എവിടെയാണ്? വീട്ടിലായിരിക്കുന്നത്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്, ബൈബിളുണ്ട്. പോക്കറ്റിൽ നിന്ന് ബൈബിൾ എടുത്ത്, ആ സിസ്റ്ററുടെ പേഴ്സണൽ ബൈബിളാണ് അത്, ആ സിസ്റ്ററുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞങ്ങളുടെ കയ്യിലോട്ട് വന്ന് പറഞ്ഞു, വചനം വായിക്കണം, ഈ സമയത്ത് ഈശോ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്ന സമയമാണ്, വചനം വായിക്കണം, ഇപ്പോഴാണ് വചനം വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആ സിസ്റ്റർ ഇത് തന്നു. അപ്പോൾ ഇവള് നമുക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല, മോള് തീരെ ഇതല്ലേ, കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ മേബിള് കുളിക്കാനൊക്കെ പോകുന്നത് തൊട്ടടുത്ത് ഇവളുടെ ഫ്രണ്ട്സ് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്, അതേ കോംപ്ലക്സിൽ തന്നെ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക്. അപ്പം അമ്മച്ചി വീട്ടിൽ പോയി കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കി ഹോസ്പിറ്റലിൽ കൂടെ ഇരുത്തിയിട്ട് ഞാൻ ഇവിടെ കുളിപ്പിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ കൊണ്ടുപോകും. ആ സമയത്ത് ആ സിസ്റ്റർ തന്ന വചനം അന്നാണ് ഞാൻ എടുത്ത് വായിക്കുന്നത്. അപ്പോഴാ കാറിലിരുന്നുകൊണ്ട്, ഇവള് കയറിപ്പോയ സമയത്ത് ഞാൻ ആ കാറിലിരുന്നുകൊണ്ട്, ജൂൺ മാസത്തിലാണ്, മെയ് മാസത്തിൽ മോളുണ്ടാവുന്നു, ജൂണിൻ്റെ ആദ്യ വാരം, ഭയങ്കര ചൂട് സമയമാണ് ആ സമയത്ത്. അപ്പം ഞാൻ കാറിനകത്തിരുന്ന് വചനം വായിക്കുവാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് യാക്കോബ് ശ്ലീഹയുടെ ലേഖനമാണ് കിട്ടുന്നത്. അത് വായിച്ച്, അത് ഞാൻ 5 അധ്യായമേ ഉള്ളൂ. ആ 5 അധ്യായം വായിക്കുന്ന സമയത്ത് എന്നിലേക്ക് ഒരു ഭയങ്കര ശക്തമായ ഒരു പ്രകാശം കടന്നു വരുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. ഞാൻ അപ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള ആ ഭാരവും വിഷമവും ഇതെല്ലാം ആ ഒരു മണിക്കൂറിനകത്ത് അതെല്ലാം പോയി. പിന്നെ ഞാനൊരു നീർക്കുമുളയ്ക്കകത്ത് നിൽക്കുന്ന പോലെ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ആ വചനത്തിൻ്റെ ആ ഒരു ശക്തി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇവളെ ആശ്വസിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയുള്ള എല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നുള്ള ആ ഒരു വലിയ ഒരു ബോധ്യം ഉള്ളിലേക്ക് വരികയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് എല്ലാം വളരെ മിറക്കുലസ് ആയിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം പോയത്. അപ്പോൾ ഡോക്ടർമാർ പോലും കൈവിട്ട സമയം ഉണ്ടായിരുന്നു, സർജറി കഴിഞ്ഞിട്ട്. കാരണം കുഞ്ഞ് ശരീരമല്ലേ, അപ്പോൾ സ്കിന്നൊന്നും തമ്മിൽ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോൾ അത് കൂടുന്നില്ല, മുറിവ് യോജിക്കുന്നില്ല, അത് പൊട്ടിപ്പോകുന്നു. ഡോക്ടർമാർ ഓരോ ദിവസവും ഡ്രസ്സ് ചെയ്യുമ്പോൾ പറയുന്നു, ഇത് ഞങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ ഒരു ജീവനും മരണവും ഒരു നൂൽപ്പാലത്തിനപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി ആ ഒരു സമയത്തുണ്ട്. കാരണം അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവരോട് ശരിയാവും എന്ന് പറയുന്നതല്ലാതെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവിടെ ദൈവമാണ് ഇടപെട്ട് അത് ഹീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ അവളെ ഡിസ്ചാർജ് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഒരു ദൈവാനുഭവത്തിലൂടെ ദൈവം അങ്ങ് നടത്തി ഞങ്ങളെ. എപ്പോഴായിരുന്നു ഈ ഒരു ജീസസ് യൂത്തിലേക്കും അങ്ങനെയൊക്കെ? ജീസസ് യൂത്ത് അനുഭവം എന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ദൈവാനുഭവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയ ഒരു ദാഹത്തിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ ഒരു കോൺഫറൻസ് 2006 കുവൈറ്റിൽ ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഞാനതിന് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയിരുന്ന് മനോജ് സണ്ണിച്ചേട്ടനായിരുന്നു അന്ന് അതിന് പ്രോഗ്രാമിന് ഇത് ചെയ്യാൻ വന്നത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ജീസസ് യൂത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനോജ് സണ്ണിച്ചേട്ടൻ അന്ന് പറഞ്ഞതും അവർക്ക് അവരുടെ കുഞ്ഞ് 9ാമത്തെ മാസം ഗർഭാശയത്തിലിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയ ഒരു കാര്യമാണ് അന്ന്. അപ്പോൾ അത് എനിക്ക് വേണ്ടി അത്രയും പേര് അവിടെ ഇരിക്കുന്നതിനകത്ത് എനിക്ക് വേണ്ടി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ജീസസ് യൂത്തിനോട് അസോസിയേറ്റ് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുകയും പിന്നെ ഗ്രാജുവലി അങ്ങനെ അങ്ങ് അസോസിയേറ്റ് ചെയ്ത് അങ്ങ് പോയി, ജീസസ് യൂത്തുമായിട്ട് അങ്ങനെ അങ്ങ് പോയി. ജീസസ് യൂത്തിനോട് പള്ളിയോടും ഒക്കെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തമ്പുരാൻ അങ്ങനെ കൈവിട്ട് കളയത്തില്ല. മുഴുവൻ നേരം നമ്മളിങ്ങനെ ഫുള്ളി ചാർജ്ഡ് ആയിട്ട് നിൽക്കാനുള്ളൊരു അങ്ങനെ ഒരു ഇത് തമ്പുരാൻ ഒരുക്കി തന്നൊന്നല്ലേ നിങ്ങളെ ഉടനീളം മുഴുവൻ സമയം ഈശോയുടെ കൂടെ ആയിരിക്കാൻ നിങ്ങളെ അങ്ങ് വിളിച്ചു എന്ന് തന്നെ പറയാം. അതെ, മോളിലൂടെയാണ് ദൈവം ഞങ്ങളെ വിളിച്ചത്. പിന്നെ പടിപടിയായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. കാരണം പെട്ടെന്നുള്ള ഒരു ദൈവാനുഭവം നമ്മൾ പെട്ടെന്ന് തന്നെ കെട്ടുപോകാം. കർത്താവിൻ്റെ ഒരു വലിയ കരുണ കൊണ്ട് നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കാനും സഭയിൽ ആയിരിക്കാനും ഒക്കെ, അത് പ്രത്യേകിച്ച് ജീസസ് യൂത്ത് മൂവ്മെന്റ് ആണ് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് ആ സ്പിരിച്വാലിറ്റിയിൽ വളരാനായിട്ട്. അപ്പം അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. കാര്യം ബെനിറ്റയുടെ കാര്യങ്ങൾ വന്നു, കൂടുതലായിട്ട് ബെനിറ്റയ്ക്ക് ഒരു കെയർ കൊടുക്കേണ്ട ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ആൻറ്റി റിസൈൻ ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ ഒരു ഫാമിലിക്ക് വേണ്ടി എടുത്തൊരു ഡെസിഷൻ ആയിരുന്നു അത്, ആൻറ്റി ജോലി വേണ്ടാന്ന് വെക്കുക എന്നുള്ളത്. അപ്പം അതൊക്കെ
എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതൊക്കെ തമ്പുരാൻ തന്നു? അത് ഈശോ തന്നെ നൽകിയ ശക്തിയാണ്. കാരണം വചനത്തിലൂടെ ഞങ്ങൾ ആ സമയത്ത് ജിസ് യൂത്തിൻ്റെ ഒരു ഫാമിലി റിട്രീറ്റ് അറ്റൻഡ് ചെയ്തു. 2010 ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളൊരു ധ്യാനം കൂടുന്നത്, ഫാമിലി റിട്രീറ്റ് ജിസ് യൂത്തിൻ്റെ. അത് എൽവിസ് ചേട്ടനും പ്രിയ ചേച്ചിയും അവർ ആണ് വന്ന് ആ ധ്യാനം ജിസ് യൂത്ത് ഫാമിലീസിന് വേണ്ടി നടത്തിയത്. അവരിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിച്ചു. കൃത്യമായിട്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ള വലിയൊരു ബോധ്യം കിട്ടി. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ മേബിളിനെ ഡ്യൂട്ടിക്ക് ഞാൻ കൊണ്ടുപോയി വിട്ടു. ഞാൻ സാധാരണ അങ്ങനെ പോകാറുണ്ട്, അവൾ ഡ്യൂട്ടി വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി. അപ്പോൾ പോകുന്ന വഴിയിൽ ആ വാഹനം ഓടിച്ച് പോകുന്ന സമയത്താണ് ശക്തമായിട്ട് അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവുകയും ഞങ്ങളൊരു തീരുമാനം എടുക്കുകയും ചെയ്തത്. അത് ദൈവം നൽകിയ ഒരു വിശ്വാസം, ദൈവം പരിപാലിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ ശക്തമായിട്ട് നിറച്ചു തന്നു. അത് നമ്മുടെ ഒരു കഴിവുകൊണ്ടല്ല, പക്ഷെ ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമായിട്ട് ആ വിശ്വാസം, വചനം കേട്ടപ്പോൾ ആ വിശ്വാസം ഉള്ളിൽ നിറച്ചു തന്നു. എനിക്ക് നിറച്ചതിനേക്കാൾ കൂടുതൽ മേബിളിനാണ് നിറച്ചു കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ ആണുങ്ങൾക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് ചിലപ്പോൾ പറ്റിയെന്ന് വരും. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ എൻ്റേതൊരു പ്രൈവറ്റ് കമ്പനിയിലെ ജോലിയാണ്, അത് എപ്പോൾ വേണേലും പോകാം, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ എന്നാൽ പോലും എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവൾക്ക് എന്ത് സംഭവിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവൾക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെ ആകുലപ്പെടേണ്ട ഒരു ആവശ്യം വന്നില്ല. അല്ലാതെ ഒരു വിശ്വാസം അവളുടെ ഉള്ളിൽ നിറച്ചു. അപ്പോൾ ഞങ്ങൾ ഡിസിഷൻ എടുത്തു. പിന്നെ ഉടനെ തന്നെ റിസൈൻ ചെയ്തു. ഞങ്ങൾ ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല, അതിനു മുമ്പ് ചോദിച്ചുള്ളൂ. അങ്ങനെ അത് തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം നിറച്ച് നൽകി. പിന്നീട് അങ്ങോട്ട് കർത്താവ് നടത്തി അതിനേക്കാൾ മനോഹരമായിട്ട് ദൈവം കൊണ്ടുപോയി. ഇനി ആൻറ്റി, അങ്കിള് പറഞ്ഞു ബെനീറ്റ ഉണ്ടായൊരു സമയത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. പക്ഷെ അമ്മ എന്ന നിലയ്ക്ക് ആൻറ്റിക്ക് കുറച്ച് നേഴ്സും കൂടെയാണ്. അപ്പം ആൻറ്റിക്ക് സംശയങ്ങളുണ്ടായിരുന്നു എന്താ ഇങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പം ആൻറ്റിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8 മക്കളാണ്. അതിനകത്തെ 7ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ കുടുംബത്തിലൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ മൂത്തവരൊക്കെ അനുഭവിച്ചിരുന്നെങ്കിലും ഞാനൊക്കെ ആയപ്പോഴത്തേനും ഒരുമാതിരി കഷ്ടപ്പാടുകളൊക്കെ കുറഞ്ഞു. ചേച്ചിമാർക്കൊക്കെ ജോലിയായി, ഒരു സാമ്പത്തിക നിലയൊക്കെ കൂടി വന്നു. അപ്പോൾ ഞാൻ അധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടില്ല. പിന്നെ കല്യാണമാണെങ്കിലും കുവൈറ്റിൽ ജോലി കിട്ടിപ്പോയി. അവിടുന്ന് എൻ്റെ ഒരു സീനിയർ മുഖേന പെട്ടെന്ന് തന്നെ കല്യാണം വരുന്നു. ആദ്യം അധികം ഒന്നും അലഞ്ഞു നടക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ കല്യാണമായി. പിന്നെ അതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ പ്രഗ്നൻസി ആയി. അങ്ങനെ ഒന്നിനും ഒരു കുറവും ഇല്ലാതെ, സന്തോഷത്തിനൊരു കുറവും ഇല്ലാതെ അങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. പ്രഗ്നൻസി പീരീഡും നല്ല കൂളായിരുന്നു. വലിയതായിട്ട് ഞാൻ സഫറിങ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ പോയിരിക്കാൻ. അങ്ങനെയാവും കുഞ്ഞു വന്നപ്പം പെട്ടെന്ന് ഇങ്ങനെ ഡെലിവറി സമയത്ത് ഒരു സിസ്റ്റർ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് എനിക്ക് കേട്ടു. അപ്പം ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് മനസ്സിലായി. എന്നാലും ഇത്ര ഒരു സീരിയസ്നെസ് ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ നമ്മളെ കുഞ്ഞിനെ അപ്പോഴേ അവർ മാറ്റി, നമ്മളെ കാണിച്ചില്ല. പിന്നെ പാല് കൊടുക്കാനായിട്ട് NICUലേക്ക് വിളിപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസമാണ് അങ്ങനെ വിളിപ്പിച്ചപ്പം ഞാൻ പോയി കുഞ്ഞിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു വിട്ടു, കുഞ്ഞിനെ കണ്ടിട്ട് നീ വിഷമിച്ചിട്ടൊന്നും വരരുത്, അവൾ മിടുക്കിയാണ്, എന്നോട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് എന്നെ പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ ചെന്നു. പക്ഷെ എന്താണ് കുഞ്ഞിൻ്റെ കണ്ടീഷൻ എന്നോ ആരും എന്നോട് പറയുന്നില്ല. പിന്നെ അപ്പം ഞാൻ അവിടെ ചെന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേനും പാമ്പർ കെട്ടിയിട്ടുണ്ട്, പിന്നെ അവരുടെ ഒരു റാപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം അഴിച്ചു നോക്കി, എന്താണ് എവിടെയാണ് കുഞ്ഞിന് പ്രശ്നം എന്ന് അഴിച്ചു നോക്കിയപ്പം ഞാനിങ്ങനെ കാണുകയാണ് കുഞ്ഞിൻ്റെ നടുവിലൊരു ചെറിയൊരു മുഴ. ഒരു കവേർഡാണ്, ഒരു പാട മാത്രമായിട്ട് കവേർഡാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി, നമ്മളിത് പഠിച്ചതിൻ്റെ വെച്ച് എനിക്ക് മനസ്സിലായി ഇത് ന്യൂറോളജിക്കൽ കണ്ടീഷനാണെന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വെച്ചു പാല് കൊടുത്തിട്ട് ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് എനിക്ക് ആളെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പുറത്തിരുന്ന് കുറേ നേരം കരഞ്ഞു.
അവിടെ തൊട്ട് പിന്നെ എനിക്ക് കരയാനല്ലാതെ പിന്നെ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. കരയാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്നെ ശരിക്കും ആ സമയത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ആൾക്ക് തമ്പുരാൻ ശക്തി കൊടുത്ത് പൊക്കിയെടുത്ത് കൊണ്ടുവന്നത്. ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് സർജറിക്ക് മുമ്പ് മാമോദിസ കൊടുത്താൽ, അപ്പോൾ പറഞ്ഞിരുന്നു 2 hours മിനിമം എടുക്കുന്ന മേജർ സർജറിയാണ്, ഇത് ക്ലോഷർ ചെയ്യണം, അങ്ങനെയാണ് അന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനു മുമ്പ് മാമോദിസ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഹോളി വാട്ടർ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മാമോദിസയ്ക്ക് മുമ്പ് സർജറിക്ക് മുമ്പ് വീട്ടു മാമോദിസ നമുക്ക് കൊടുക്കാൻ പറ്റും, അത് നിങ്ങൾ 2 പേരും കൂടെ ചേർന്ന് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ്, പിന്നെ കുഞ്ഞ് വൺസ് സുഖമായി കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ സൈത്ത് തേച്ച് മാമോദിസ ഒഫീഷ്യലി ചെയ്യാം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഞങ്ങൾ അങ്ങനെ പോയി സർജറിയുടെ അന്ന് രാവിലെ ഞങ്ങൾ 2 പേരും കൂടെ കുഞ്ഞിന് മാമോദിസ കൊടുക്കുന്നു. അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ അന്ന് എങ്ങനെയാണ് അതിനൊക്കെയുള്ള കഴിവ് തന്നേന്ന് ഇന്ന് ചിന്തിക്കുമ്പം എനിക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. എനിക്ക് അറിയില്ല ആരാണ് ആ നയിച്ചത്, ആരാണ് ആ കൊണ്ട് നടന്നതെന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ശരിക്കും തമ്പുരാൻ ഞങ്ങളെ താങ്ങി നിർത്തി എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ. തമ്പുരാൻ അത്ര സ്ട്രോങ് ആയിട്ട് നിങ്ങളെ 2 പേരെ നിർത്തിയത് കൊണ്ട് മാത്രമാണ് ബെനിറ്റ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ഡിസിഷനാണ് ഈ കുഞ്ഞിനെ നോക്കാനുള്ളത്, നിങ്ങളുടെ ഡിസിഷനായിരുന്നു 2 സഹോദരങ്ങളെ ബെനിറ്റയ്ക്ക് കൂട്ടുകൊടുക്കുക എന്നുള്ളത്. അത് തമ്പുരാൻ നിങ്ങൾക്ക് തന്ന ഒരു ഗ്രേസിലൂടെ വിവാഹം എന്നുള്ളൊരു കൂദാശയെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടു, എത്ര നിങ്ങൾ ചേർന്ന് നിന്നു, ഒരുമിച്ച് നിന്നു, ആ കർത്താവിനെ കൂട്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബെനിറ്റ. എനിക്കൊന്ന് തമ്പുരാൻ മോളിൽ നിന്ന് നോക്കി, ഒരാളും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല, എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. അപ്പം തമ്പുരാൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഇംപെർഫെക്ഷൻ ആയിരുന്നു ബെനിറ്റ. ബെനിറ്റനെ എവിടെ കൊടുക്കണമെന്ന് തമ്പുരാൻ മോളിൽ നോക്കിയപ്പം ബെസ്റ്റ് പ്ലേസ് നിങ്ങൾ 2 പേരും ആണ് എന്ന് കർത്താവ് കണ്ടു, നിങ്ങളുടെ കയ്യിലേക്ക് തന്നു. അത് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ആൻറ്റി പറയുന്നത് പോലെ എളുപ്പമല്ല, അല്ലെങ്കിൽ കാണുന്നത് പോലെ എളുപ്പമല്ലായിരുന്നു ആൻറ്റിയുടെ ഒരു ജേണി. നന്നായിട്ടറിയാം, അതിങ്ങനെ എനിക്കൊന്ന് പറഞ്ഞ് കേൾക്കുന്നവർക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പക്ഷെ എങ്കിൽ കൂടെയും ആ ഒരു വഴി ഇപ്പം ബെനിറ്റ ഇപ്പോൾ പേഴ്സണൽ കെയർ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഷീസ് കേപ്പബിൾ. പക്ഷെ അവിടം വരെ എത്തിക്കാൻ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നില്ലേ? ആ ഒരു ജോലി റിസൈൻ ചെയ്ത കാര്യങ്ങൾ അടക്കം ഒത്തിരി ഉണ്ടായിരുന്നു. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ആദ്യകാലങ്ങളിൽ മുറിവുണങ്ങാൻ കുറേ വൈകി. സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരുന്നു, അപ്പോൾ കുറേ വൈകി. വൺസ് മുറിവുണങ്ങി കഴിഞ്ഞപ്പം തൊട്ട് ഒരു 3 മാസത്തോളം എടുത്തു മുറിവുണങ്ങാനായിട്ട്. അപ്പോൾ സർജറിയുടെ മുറിവ് അത് ഉണങ്ങാൻ തുടങ്ങിയപ്പം തൊട്ട് തല വലുതാകാൻ തുടങ്ങി. അത് ഒരു കോംപ്ലിക്കേഷനാണ് ഇതിൻ്റെ. അപ്പം മെഷർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും തലയുടെ സർക്കംഫറൻസ്. അപ്പോൾ അത് മെഷർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് പെട്ടെന്ന് വലുതാകാൻ തുടങ്ങി. അപ്പം തലയിലെ ബ്രെയിനിലെ 4 വെൻട്രിക്കിളിൽ ഒരു വെൻട്രിക്കിൾ ബ്ലോക്കാണെന്ന് മനസ്സിലായി MRI എടുത്തപ്പോൾ. അപ്പോൾ അവിടുന്ന് ഒരു ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. അതായിരുന്നു സെക്കൻഡ് സർജറി. അപ്പോൾ അതിങ്ങനെ പെർമനൻ്റ് ആയിട്ടൊരു ട്യൂബ് ഇട്ടു മോളുടെ വയറ്റിലേക്ക്. അതിലൂടെയാണ് സർക്കുലേഷൻ നടക്കുന്നത്, ആ ഒരു വെൻട്രിക്കിൾ മാത്രം. ബാക്കിയെല്ലാം നാച്ചുറലി നമ്മുടെ സർക്കുലേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് അതിൻ്റെ എല്ലാം സെറ്റായി. അപ്പോഴേക്കും തലയുടെ സർക്കംഫറൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ മുമ്പോട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും കാര്യമായിട്ടൊന്നും നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് വൺസ് കുറേശ്ശെയാണ് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. കാലിന് സെൻസേഷൻ ഇല്ല, അങ്ങനെയൊക്കെ നമുക്ക് പയ്യെ മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തോപെഡിക് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ തിയേറ്ററിലാണ്. അപ്പോൾ ഫുൾ തിരക്കുള്ള തിയേറ്ററാണ്, രാത്രി പകൽ ഭേദമന്യേ ഫുൾ തിരക്കുള്ള തിയേറ്ററാണ്. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഫിസിയോയ്ക്ക് കൊണ്ടുപോകും, ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകും. ചൊവ്വാഴ്ച വീണ്ടും മോർണിംഗ് ഡ്യൂട്ടി, ചൊവ്വാഴ്ച വൈകുന്നേരം ഇത്തിരി ഒന്ന് റെസ്റ്റ് ചെയ്യും, ബുധനാഴ്ച വീണ്ടും ഫിസിയോതെറാപ്പി മോർണിംഗിൽ, വൈകുന്നേരം ഡ്യൂട്ടി. ഇങ്ങനെ ഹെക്ടിക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെട്ട കാലങ്ങളായിരുന്നു.
സ്കൂൾ ലൈഫ് തുടങ്ങുന്നിടം വരെയും അങ്ങനെ. അപ്പോൾ ഇത് പറഞ്ഞിരുന്നു, ഈ ബ്രെയിനിൽ നിന്നിട്ട ഈ ട്യൂബ് അത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അത് 1 വീക്കിൽ ബ്ലോക്ക് ആകാം, അപ്പോൾ റീഇൻസേർട്ട് ചെയ്യേണ്ടി വരും. 1 വീക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സേഫ്, അപ്പോൾ 1 മന്ത്, അങ്ങനെ 1 ഇയർ അങ്ങനെയൊക്കെ. അപ്പോൾ തലവേദനയുണ്ടോ എപ്പോഴും ഒബ്സർവ് ചെയ്യണം, അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്നും പേടിയാണ്, തല വലുതാകുന്നുണ്ടോ, ഇത് ബ്ലോക്ക് ആകുന്നുണ്ടോ, ഇങ്ങനെ ഒരു പേടി. ഇനിയും കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു കത്തി വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു.